ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുക. പിന്നെ പരിസരബോധം ഇല്ലാത്ത അവസ്ഥ വരിക. ചില സമയത്തുണ്ട് പെട്ടെന്ന് ഞാൻ എവിടെയാണ് എന്താണ് എന്നുള്ള ഒരു ഓർമ്മയില്ലാത്തൊരവസ്ഥ വരിക. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അവർ പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടാകുക, ഒരു കുഴപ്പമില്ലാത്ത പെട്ടെന്ന് ബോധങ്ങൾ. ഇതിനാണ് നമ്മൾ ഹിസ്റ്റീരിയ എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവിടെ ഒരു അപ്പോൾ ചില രൂക്ഷകന്നുള്ള ചില മണപ്പിക്കുകയോ ചില ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ തൽക്കാലത്തേക്ക് അത് മാറുകയും ചെയ്യും. പിന്നെ ചിലത് തന്നെ മടി, അലസ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാനങ്ങോട്ട് ഇറങ്ങാൻ കഴിയില്ല, അങ്ങനെ മടിച്ച്. ഇപ്പോൾ അങ്ങനത്തെ ഒരാളായിട്ട് എനിക്ക് അറിയാം. അയാൾ ബിസിനസ്സുകാരനാണ്, ഭയങ്കരമായ ബിസിനസ് നഷ്ടത്തിലേക്കേ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ പരിപാടി എന്ന് വെച്ചാൽ ഉച്ച ദൂറാകുമ്പോഴാണ് പതുക്കെ എഴുന്നേറ്റ് നമസ്കരിച്ച് പിന്നെ അങ്ങോട്ട് കിടക്കും. ഇങ്ങനെ ബിസിനസ് നടക്കുന്ന വിവരം അറിയില്ല, അങ്ങോട്ട് പോകാനും തോന്നണില്ല. ചില ആളുകൾ പോയാൽ തന്നെ അങ്ങോട്ട് എത്തൂല, വേറെ എവിടെയെങ്കിലും പോയിട്ട് തിരിഞ്ഞ് വീട്ടിൽ തന്നെ വരും. ഇങ്ങനെയുള്ള ആളുകൾ. പിന്നെ ശക്തമായ ഉറക്കം തൂങ്ങൽ, എവിടെ ഇരുന്നാലും ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക. പിന്നെ എപ്പോഴും മനപ്രയാസം, എപ്പോഴും ഒരു ടെൻഷനും ബുദ്ധിമുട്ട്. പിന്നെ ചില ആളുകൾ നിരന്തരമായി ചിരിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ വെറുതെ ആണിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ചില ആളുകൾ അസുഖം കരഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക. ചില ആളുകൾ ചില ശബ്ദങ്ങൾ കേൾക്കും, പക്ഷേ ബാക്കിയാരും കേൾക്കും. എന്താണെന്ന് ചോദിച്ചത് അവർ പോകും, പക്ഷേ ബാക്കി ആളുകൾ കേട്ടൊന്നുമില്ല. പിന്നെ ചില ആളുകൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമസ്കാരം, അതുപോലെ ആരാധന കാര്യങ്ങൾ, അതിനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ബിസ്മി എല്ലാം മറക്കുക, ഭക്ഷണം കഴിക്കുക ബിസ്മി എല്ലാം മറക്കും. എന്താ കാരണം? ബിസ്മി ചെല്ലിയാൽ പിശാചിന് കിട്ടൂല എൻ്റെ ഓര്. ബിസ്മി അല്ലാത്ത ഭക്ഷണം പിശാചിനുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ചിരിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു, പറഞ്ഞു ഇയാൾ ബിസ്മി അല്ലാതെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ പിശാചും അവൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹി അൽ-അവ്വലു ആഖിറു എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ഛർദ്ദിക്കാൻ തുടങ്ങിയത്. പിന്നെ പിശാചിന് കിട്ടൂല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കടന്നു വന്നു, കുട്ടിയുടെ കൈ കയറി പിടിച്ചു. അപ്പോൾ എന്താ കാരണം? കുട്ടി ബിസ്മി അല്ലാതെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ബിസ്മില്ലാ ഭക്ഷണം കഴിച്ചാൽ അത് പിശാചിനും അതിൻ്റെ ഓര് കിട്ടും. അപ്പോൾ റസൂലിൻ്റെ ഭക്ഷണം പോലും പിശാചിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആ കുട്ടി വന്നിട്ടുള്ള ഭക്ഷണം കഴിക്കൽ. അപ്പോൾ ബിസ്മി എല്ലാം തോന്നാതിരിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ കൂടി വരുന്ന അവസ്ഥയ്ക്കാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു കാര്യം സംശയം വേണമെങ്കിൽ മനഃശാസ്ത്രന്മാർ ചോദിച്ചു നോക്കുള്ളൂ, എന്താണ് ഭ്രാന്തിന് കാരണം? കൃത്യമായിട്ട് ആരും പറയില്ല. ഭ്രാന്ത് മാറ്റിത്തരാമെന്ന് ആരെങ്കിലും ഗ്യാരണ്ടി പറയുമോ? ഒരാളും പറയില്ല. എന്നാൽ മാറ്റിത്തരാമെന്ന് ഗ്യാരണ്ടി പറയും മന്ത്രവാദികൾ. ഇപ്പോൾ നിങ്ങൾ ചിലത്ത് ബോർഡ് കാണാൻ സാധിക്കും, പിന്നെ മഷിനോട്ടം, പ്രതിഫലം ഉദ്ദേശലബ്ധിക്ക് ശേഷം മാത്രം എന്ന് ബോർഡ് വെച്ച് കാണുന്നത് തൃശ്ശൂർ ഭാഗത്ത് കാണാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും ഡോക്ടർ ബോർഡ് വെച്ച്, ഏതെങ്കിലും വിദഗ്ധനായ ഡോക്ടർ രോഗം മാറിയാൽ ഫീസ് എന്നാവെന്ന് എഴുതി വെച്ചും കാണാൻ സാധിക്കുമോ? കാണാൻ സാധ്യമല്ല. അത്ര കൃത്യമായിട്ട് അത്ര ഗ്യാരണ്ടിയാണ് അവർക്ക് ആ കരുതിയത്. നിങ്ങൾ ഉദ്ദേശിച്ച് സാധിച്ചാൽ മാത്രം മതി. ഉദാഹരണമായിട്ട് സൗദി അറേബ്യ വെച്ചൊരു സംഭവം ഉണ്ടായി. ഒരു തൗഹീദിൻ്റെ വാക്താവായിട്ടുള്ള ആൾ എന്നെ ചോദിച്ചത്, അദ്ദേഹം ഒരു കാറ് കാണാതെ പോയപ്പോൾ ഇവർ പോയിട്ട് ഒരാളെ പോയി കണ്ടപ്പോൾ ഇന്നടുത്തുണ്ടെന്ന് അവർ നോക്കി പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കാറോടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ചെയ്തുകൂടെ ഡോക്ടർ? അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് ചോദിച്ചു. കാരണം നമ്മളൊരു കാര്യം നഷ്ടപ്പെട്ട ഒരു കാര്യം അന്വേഷിച്ചു. പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അറിയണം. ഇവിടെ എടവണ്ണ ജാമ്യയിൽ അറബി കോളേജിൽ ഉസ്താദിൻ്റെ പൈസ കാണാതെ പോയപ്പോൾ എന്ത് ചെയ്തു? ഹിപ്നോട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഹിപ്നോട്ടിസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അന്ന് സുബൈർ മങ്കട മൗലവി വാർഡനായിരിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുണ്ട്, സുബൈർ മങ്കടമാരോട് ചോദിച്ചാൽ മതി, ഇവരറിയാം. അപ്പോൾ ഹിപ്നോട്ടിസ് ചെയ്തപ്പോൾ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, കുട്ടിയെ ഉറക്കി കിടത്തി ചോദിച്ചു ഇന്ന ദിവസത്തേക്ക് പോകാൻ പറഞ്ഞു. എത്ര ദിവസം പോകുന്ന സംഭവമാണ്. ഇന്ന ദിവസത്തേക്ക് പോകാൻ പറഞ്ഞു. ആ ദിവസത്തേക്ക് പോയി ഇന്ന റൂമിൽ കയറാൻ പറഞ്ഞ് കയറി. എന്താ കാണുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഇന്ന അധ്യാപകൻ വന്ന് ഷർട്ട് ഊരി കസേരയിലിട്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഇന്ന ആൾ വന്ന് ജനൽ വഴി നിന്ന് കോലുകൊണ്ട് വസ്ത്രം ഇങ്ങോട്ട് എടുത്തിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഷർട്ട് അങ്ങോട്ട് തിരിച്ചിട്ടപ്പോൾ നിലത്തേക്ക് വീണു. ഇതാണ് കുട്ടി പറയുന്നത്. കുട്ടി ആ രംഗം കണ്ടിട്ടില്ല. ഒരു കുട്ടീനെ അങ്ങോട്ട് പിടിക്കുകയാണ് ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം ഈ കോലുകൊണ്ട് എടുത്തു എന്ന് പറഞ്ഞ വ്യക്തിയെ ചോദ്യം ചെയ്തു. ആകെ പറഞ്ഞ വാസ്തവത്തിൽ എന്താണ്? പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് സുബൈർ മങ്കട മൗലവി തന്നെ പിന്നെ ഹോസ്റ്റലിൽ കൂടെ പോകുമ്പോഴാണ് ഒരു കുട്ടി പെട്ടെന്ന് പെട്ടിയടച്ചപ്പോൾ നോക്കുമ്പോഴാണ് അതിൽ നിന്ന് പൈസ കിട്ടി. അപ്പോൾ പറഞ്ഞപ്പെട്ട ആൾ സംഭവം ശരിയാണ്, പക്ഷേ എന്താണ് വേറെ ആളുടെ പേരാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള സംഭവം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്നറിയോ, ഒരു തൗഹീദി പ്രസ്ഥാനം പണ്ഡിതന്മാരെ പുറത്തേക്ക് വിടുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ പോലും ഹിപ്നോട്ടിസ്റ്റായുള്ള പ്രവർത്തനം നടത്തുക. ഹിപ്നോട്ടിസം തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് അത് പറയാനാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെ ആരും വിമർശിക്കാനല്ല, സത്യം മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒരാൾക്ക് രോഗമുണ്ടെന്ന് പറയുന്നത് അയാളെ രോഗിയാക്കാനല്ല. നീ ക്ഷയരോഗി എന്നാൾ വിളിക്കാനല്ല. നിനക്ക് ക്ഷയരോഗമാണ്, അയാൾക്ക് ക്ഷയരോഗമാണെന്ന് പറഞ്ഞാൽ ചികിത്സിക്കാൻ വേണ്ടിയായി പറയുന്നത്, അല്ലാതെ ആരും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഹിപ്നോട്ടിസം തെറ്റാണ് എന്ന് നമുക്ക് മഹാനായ അമാനുമാരുടെ പരിഭാഷ കാണാൻ സാധിക്കും. മാത്രമല്ല, ഇനി ഹിപ്നോട്ടിസം അറിയുന്ന ആൾക്കാർ, അദ്ദേഹം ഇപ്പോൾ ഒരു ഹിപ്നോട്ടിസ്റ്റിൻ്റെ അനുജൻ അദ്ദേഹത്തെ അനുഭവം പറഞ്ഞാണ്, ജ്യേഷ്ഠൻ ചെയ്യുന്ന പോലെ ഇരുട്ടുമുറിയിൽ പോയി ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു, പറഞ്ഞത് ഞാൻ ഇന്ന ദിക്കറാണ് ചെല്ലിയെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാനും ദിവസം അയാൾ തന്നെ വേറെ കോലത്തിലായി മാറി. പിന്നീട് നമ്മുടെ നിയമത്തുള്ള ഫാറൂഖി മൗലവി, അദ്ദേഹത്തിൻ്റെ പിതാവ്, മറ്റേ പിന്നെ കെ സി അബൂബക്കർ മൗലവിയുടെ അടുത്ത് എന്ന് കാര്യങ്ങൾ പറയാൻ, അങ്ങനെ മൗലവിയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം പറഞ്ഞു കൊടുത്തെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇവിടെ ഹിപ്നോട്ടിസം എന്നുള്ളത് വാസ്തവത്തിൽ പിശാചിൻ്റെ സഹായത്താൽ നടക്കുന്ന പ്രവർത്തനമാണ്. അത് കരീനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് എന്നതാണ്. അത് ഞാൻ സന്ദർഭമായി പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അദൃശ്യമായ കാര്യങ്ങൾ സൃഷ്ടികളോട് അന്വേഷിക്കുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നിടത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഹിപ്നോട്ടിസം കുഴപ്പമില്ല എന്ന് നമുക്ക് തോന്നുകയാണ്. അത് അദൃശ്യമായ കാര്യം അന്വേഷിക്കാമെന്നുള്ള ചിന്ത വരുന്നില്ല. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. ഇനി അപ്പോൾ മാനസികമായ രോഗങ്ങൾ, 2 അവയവ സംബന്ധമായ രോഗങ്ങൾ. അവയവ സംബന്ധമായ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരവയവത്തിന് പ്രവർത്തനം ഇല്ലാതായി പോവുക, കാഴ്ച നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും കൈ കാല് തളരുക, അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ ശരീരം മൊത്തം തളർന്നു വീഴുക. എന്നാൽ പരിശോധിച്ച് നോക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും, അങ്ങനെ ചില അവസ്ഥ ഉണ്ടാകുക. ചില ആൾക്ക് അങ്ങനെയുള്ള ഭയങ്കര ഭാരം ശരീരത്തിന്, എത്രയോ കിലോ കയറ്റി വെച്ച പോലെ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി, എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള അവസ്ഥ ഉണ്ടാകുക. അല്ലെങ്കിൽ ചില ആൾക്ക് ഭയങ്കര വേദന, ചില അവയവങ്ങൾക്ക് വേദന, മരുന്ന് കഴിച്ചാൽ പോലും, വേദന സംഹാരി കഴിച്ചാൽ പോലും ഒരു മാറ്റം ഉണ്ടാവാതിരിക്കുക. അതുപോലെ തലവേദന, നിരന്തരമായ തലവേദന, തലക്കറക്കം, ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും. പ്രത്യേകിച്ചും അസറിന് ശേഷമുള്ള തലവേദന, എന്നിട്ട് രാത്രി ഒരു പകുതി ആകുമ്പോൾ തലവേദന മാറുകയും ചെയ്യും, മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും. പിന്നെ ചില ആൾക്ക് അങ്ങനെയൊന്നുമല്ല, ഛർദ്ദിക്കുക വെറുതെ, ടെസ്റ്റുകൾ നോക്കുമ്പോൾ എൻഡോസ്കോപ്പി എല്ലാ ടെസ്റ്റ് കഴിയുമ്പോൾ നോർമലായിരിക്കും. അതുപോലെ ചില ആൾക്ക് എന്ന് വെച്ചാൽ എപ്പോഴും ഒരു പിടുത്തം, നെഞ്ചിനൊരു പിടുത്തം, ഒരു മുട്ടൽ പോലെ. എന്നിട്ട് ആളുകൾ ഈ കാർഡിയോളജിസ്റ്റ് അടുത്തൊക്കെ എപ്പോഴും സന്ദർശിക്കും, ഹാർട്ടിനുള്ള കുഴപ്പമുണ്ടെന്ന് അന്വേഷിച്ചിട്ടൊക്കെ. ചില ആൾക്ക് ചുമ, കാരണമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നിടത്ത് നാളെ മുതൽ ചുമച്ചു തുടങ്ങിയാൽ ശൈത്താൻ്റെ ബാധയാണ് എന്ന് ചിന്തിക്കരുത്. ഇത് മറ്റ് കാരണങ്ങൾ ഉണ്ടാവില്ല, ടെസ്റ്റ് ചെയ്താൽ രോഗകാരണങ്ങൾ കാണില്ല. അതുപോലെ തന്നെ ഇളകി വീഴുക, അതാണ് അപസ്മാരം എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ ഉണ്ടാവും. ചില പ്രശ്നങ്ങളുണ്ടാകുന്ന കുടുംബജീവിതത്തിലാണ്. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും യോജിച്ച് മുന്നോട്ട് പോവില്ല. ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ, ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാവും. എന്നോട് ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി അത് പറയുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ ഇത് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളൂ, കാരണം എൻ്റെ അനുഭവം ഒരു പാഠമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അദ്ദേഹം പിന്നെ വർഷങ്ങളായിട്ട് സൗദി അറേബ്യ ജോലി ചെയ്യുന്ന ആളാണ്. 4-5 വർഷം കൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിങ്ങളൊന്ന് നാട്ടിൽ എത്ര കാലമായി വന്നിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ നാട്ടിലേക്ക് വിളിച്ചു. അയാൾ വിചാരിച്ച് 5 കൊല്ലം കൂടിയിട്ടാണ് ഏതായാലും പോയി കളയാമെന്ന് പറഞ്ഞു. കാരണം ഭാര്യയോട് പോയാൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, അതുകൊണ്ടാണ് അത് പോകാത്തത്. അങ്ങനെ അയാൾ വന്ന് പിന്നെ വിമാനം ഒക്കെ ഇറങ്ങി വന്നു, ഭാര്യയൊക്കെ വന്ന് ക്ഷണിച്ചുകൊണ്ട് വന്ന്, അങ്ങനെ വീട്ടിൽ വന്ന് രാത്രി ഭക്ഷണമൊക്കെ, ഭാര്യ ഇങ്ങനെ ഓടി നടന്ന് ഇത്ര കൊല്ലം കൂടെ ഭർത്താവിനെ ഒന്ന് വന്ന് സ്വീകരിക്കാൻ കിട്ടി, ഞങ്ങളെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇദ്ദേഹം പ്രശ്നങ്ങൾ ഗുളിക കഴിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി വെച്ച് ആ ഗുളിക ഇവിടെ വെച്ചല്ലോ അത്. അപ്പോൾ ഭാര്യ അതിനിടക്ക് അതവിടെ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി വേറെ കാര്യങ്ങൾ ചെയ്യാണ്, കാരണം ഭർത്താവിനെ ഒരുക്കുകയാണല്ലോ. അപ്പോൾ അത് തന്നെ പറഞ്ഞ പുള്ളിക്ക് അത് ഇഷ്ടമായില്ല, അത് അവിടെ എവിടെ ഉണ്ടാവും എന്നുള്ള വാക്ക് തന്നെ അങ്ങനെ പിടിച്ചില്ല. ഉടനെ ചോദിച്ചു, വീണ്ടും വിളിച്ചല്ല ഞാൻ ഗുളിക ഇവിടെ വെച്ചിരുന്നു, അത് അപ്പോഴാണ് അവരെ സീരിയസ് ആയിട്ട് എടുത്തത്. അതേ ഇരിക്കുന്നല്ലേ ഗുളിക, മേശയുടെ മറ്റേ മൂലക്ക്, ഞാൻ ഇവിടെ അല്ലല്ലോ വെച്ചത്. അല്ല അത് കുട്ടികളെങ്ങാനും എടുത്ത്. അപ്പം നീ കുട്ടികൾ ഗുളിക എടുക്കുന്നതൊന്നും ശ്രദ്ധിക്കില്ല. അങ്ങനങ്ങ തുടങ്ങിയിട്ട് പ്രശ്നമായിട്ട് ചുരുക്കി പറഞ്ഞാൽ അവർ നേരം വെളുക്കുന്ന 2 സ്ഥലത്താണ് കിടന്നുറങ്ങിയത്. ഇത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെ അദ്ദേഹം പിന്നെ ഒക്കെ കഴിഞ്ഞ് തിരിച്ചുപോയി. ഇനി ഭാര്യനെ തിരിച്ചു കൊണ്ടുവരണം, ഇവിടെ ഗൾഫിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് വിസയൊക്കെ ഉണ്ടാക്കി ഒരു കണക്ക് റെഡിയാക്കി, ഒരു വീടൊക്കെ ശരിയാക്കി. അങ്ങനെ വീടൊക്കെ എന്നെ കൊണ്ട് കാണിച്ച് താമസിക്കാൻ വീടൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞ് അങ്ങനെ കരിപ്പൂരിൽ നിന്ന് ഭാര്യയും മക്കളും കയറി എന്ന വിവരം വിളിച്ചു കിട്ടി. അപ്പം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വന്ന് ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം പിന്നെ ഭാര്യനും മറ്റൊരു കൊണ്ട് ഒരു കാരണം ഈ വീട് ജോലിയില്ലാത്തത് എങ്ങനെ അവിടെ ജീവിക്കാൻ പറ്റുക. അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ അവർ മുഖമൊക്കെ മറച്ചിടക്കുന്ന, സ്ത്രീകളൊക്കെ മുഖമൊക്കെ മറച്ചിടക്കുന്ന വീട്, അതുകൊണ്ട് അന്യ പുരുഷന്മാർ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ട് ഇന്നും അദ്ദേഹം അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അനുഭവം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഭാര്യ ഭർത്താക്കന്മാരെ വേർപെടുത്തുന്ന അവസ്ഥ, അവരൊന്നിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും.
അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഭവനങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇന്നതാണ് കാരണമെന്നറിയാതെ അവരിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു പോവുകയാണ്. പിന്നെ ചില ആളുകളെന്ന് വെച്ചാൽ അവരെ ചില വീട്ടിൽ അങ്ങനെയല്ല, വാപ്പയും മാനും തമ്മിൽ ചേരില്ല, ചില ഉമ്മയും മാനും തമ്മിൽ ചേരില്ല, ചില പ്രത്യേക വ്യക്തികൾ തമ്മിൽ മാത്രം എപ്പോഴും പ്രശ്നം, ഒരു കാരണമില്ലാതെ. പിന്നെ വേറെ ചില പ്രശ്നം എന്ന് വെച്ചാൽ കുടുംബബന്ധം സക്സസ് ആകാത്ത ചില കാര്യങ്ങളാണ്. ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല. അയസത്വ അന്യ സ്ത്രീയെക്കുറിച്ച് ഓർത്താൽ നല്ല ഇൻട്രസ്റ്റാണ്, പക്ഷെ ഭാര്യയുമായിട്ട് ജീവിക്കാൻ കഴിയാതെ വരിക. അവരെ ചില ആൾക്കാരുണ്ട്, ഭാര്യയേക്കാൾ ഒന്നിനും കാണാൻ കൊള്ളാത്തവരായിരിക്കും വേറെ ചില, അവരോട് കൂടുതൽ താല്പര്യം ഭാര്യയോട് നിന്ന് അകന്ന് ജീവിക്കുക. ഇങ്ങനെയുള്ള ചില കെട്ടുപെടലുകളെല്ലാം ഈ പൈശാചികബാധയുമായി ബന്ധപ്പെട്ടുണ്ട്. ചില ആളുകളില്ല രക്തസ്രാവം, നീണ്ട രക്തസ്രാവം. ഡോക്ടർമാരെ കാണിച്ചത് അവസാനം ഗർഭാശയം എടുത്തു കളയാൻ വേണ്ടി പറയും.